വടക്കൻ കേരളത്തിൽ റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് പുതിയ അധ്യായം കുറിച്ച് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ 3 ദിവസം വരെ ആശുപത്രിവാസവും രോഗിക്ക് ദീർഘവിശ്രമവും ആവശ്യമുള്ള ലാർജ് വെൻട്രൽ ഹെർണിയ ശസ്ത്രക്രിയയാണ് 2 മണിക്കൂറിൽ കിംസ് വിജയകരമായി പൂർത്തിയാക്കിയത്. റോബോട്ടിക് ശസ്ത്രക്രിയയിൽ ചരിത്രനേട്ടം കുറിക്കുകയാണ് കണ്ണൂർ ശ്രീചന്ദ് ഹോസ്പിറ്റൽ. 3 ദിവസം വരെ ആശുപത്രിവാസവും രോഗിക്ക് ദീർഘവിശ്രമവും ആവശ്യമുള്ള ലാർജ് വെൻട്രൽ ഹെർണിയ ശസ്ത്രക്രിയ 2 മണിക്കൂറിൽ വിജയകരമായി പൂർത്തിയാക്കിയാണ് കിംസ് റോബോട്ടിക് ശസ്ത്രക്രിയയിൽ പുതിയ നേട്ടം കൈവരിച്ചത്. ഡോക്ടർ ടി.വി. ദേവരാജ്, ഡോക്ടർ കരീം ബസവരാജ നീലഗർ, ഡോക്ടർ കെ. ശ്വേതാശ്യാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ നൂതന ശസ്ത്രക്രിയ നടന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കൃത്യതയിൽ നടന്ന ശസ്ത്രക്രിയ കിംസ് ആശുപത്രിയുടെ മുന്നോട്ടുള്ള കുതിപ്പിലെ ഏറ്റവും നിർണായകമായ അധ്യായമാണെന്ന് കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു. ശസ്ത്രക്രിയ രംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ലഭ്യമാക്കി കിംസ് ശ്രീചന്ദ് വീണ്ടും മുന്നേറ്റം തെളിയിച്ചിരിക്കുകയാണെന്ന് യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി.പി. ദിൽഷാദ് പറഞ്ഞു. ഏകദേശം 10ഓളം റോബോട്ടിക് സർജറീസ് ചെയ്തു കഴിഞ്ഞു, ഇൻക്ലൂഡിംഗ് പല കോംപ്ലക്സ് റീനൽ സർജറീസ്. ഇന്നലെ ആദ്യമായിട്ട് ഒരു ലാർജ് വെൻട്രൽ, എല്ലാവർക്കും അറിയാം ഹെർണിയ ഒത്തിരി കോമൺ ആണ് നാട്ടിൽ. അതിൽ തന്നെ ഒരു 62-year-old ഫീമെയിൽ ഒരു വലിയ ഹെർണിയ, അബ്ഡോമിനൽ ഹെർണിയ, അത് റോബോട്ടിക് സർജറിയിൽ ഇന്നലെ വിജയകരമായി ആദ്യമായിട്ട് കണ്ണൂരിൽ നമ്മൾ പൂർത്തിയാക്കി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു 10-11 മണിക്ക് 2 മണിക്കൂർ കൊണ്ട് സർജറി കഴിഞ്ഞു ഡോക്ടർ ദേവരാജിൻ്റെ നേതൃത്വത്തിൽ. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്ക് പേഷ്യൻ്റ് നമ്മൾ നടത്തിച്ചു. ഇന്ന് രാവിലെ ഡിസ്ചാർജാണ്. 3 പിൻഹോളിലൂടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. രാവിലെ ആശുപത്രിയിലെത്തിയ രോഗിയെ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാനും കഴിഞ്ഞു. പാർശ്വഫലങ്ങളില്ലാത്ത, വിശ്രമം ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയ എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട്, ഡോക്ടർ ടി.വി. ദേവരാജ്, ഡോക്ടർ എച്ച്. രമേശ്, ഡോക്ടർ അമൽ ജോർജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.